ചോദ്യം ചോദിക്കാം. മഹാന്മാരുടെ കബറിനെ ചെന്നിട്ട് അവരോട് കബറിനെ ബഹുമാനിക്കൽ അതിന് തത്തുല്യമായ പ്രവൃത്തിയാണ്. സൃഷ്ടികളിൽ ധാരാളം ആളുകൾ മഹാന്മാരുടെ കബറുകൾ പോയി തഅ്ളീം ചെയ്യുന്നുണ്ട്. അത് അന്നഹും വലഉ ഹാദിൽ അസ്നാം വൽ ഔസാൻ അലാ സുല്ലംബിയാഹിം അംബിയാക്കളുടെ രൂപത്തിലായിരുന്നു അവർ വിഗ്രഹം ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് അതിന് തുല്യം തന്നെയാണ്, തത്തുല്യമായ പ്രവൃത്തിയാണ് മഹാന്മാരുടെ കബറിനെ തഅ്ളീം ചെയ്യൽ. നിങ്ങൾ പറയുന്ന തഅ്ളീം ചെയ്യാമെന്ന് നിങ്ങൾ പറഞ്ഞ ഗ്രന്ഥങ്ങൾ എൻ്റെ ഉണ്ട്, ഈ വിഭാഗത്തിന്റെ ഗ്രന്ഥങ്ങളും എൻ്റെ ഉണ്ട്. അപ്പോ തഅ്ളീം ചെയ്യാമെന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ റാസി ഇമാമെ മതത്തിന്റെ പുറത്തായോ എന്നുള്ളൊരു ചോദ്യം അവിടെ വളരെ കൃത്യമായി നമ്മൾ ശ്രദ്ധിച്ച് ആ വാചകം ഇബാറത്ത് നോക്കിയാൽ ഈ കാലത്ത് ഇതിന് തുല്യമായ തെറ്റാണ്, അല്ലെങ്കിൽ ശിർക്കാണ്, അല്ലെങ്കിൽ കുഫറാണ്. പ്രമുഖരായ ആളുകളുടെ കബറുകൾ വന്നിക്കുന്നതിൽ ധാരാളം സൃഷ്ടികൾ വ്യാപൃതമായിരിക്കുന്നത്, ധാരാളം സൃഷ്ടികൾ. കസീറുൻ മിനൽ മുസ്ലിമീൻ എന്നല്ല അദ്ദേഹം പറഞ്ഞത്, ധാരാളം സൃഷ്ടികൾ എന്നാണ്. അപ്പൊ ഇസ്ലാമിക സമൂഹത്തിന് പുറത്തുള്ള ധാരാളം ആളുകൾ കബറുകൾ അത് അക്കാബിർ ഖുബൂരിൽ ഔലിയായി വൽ അംബിയ എന്നല്ല, അംബിയാക്കളെ ഔലിയാക്കളെ കബറിനെ ബഹുമാനിക്കൽ വ്യാപൃതമാകുന്നുള്ളത്. ഈ താലീമി ഖുബൂരിൽ അക്കാബിർ ഔലിയാക്കളും അംബിയാക്കളും അല്ലാത്ത മറ്റ് പ്രമുഖന്മാരുടെ കബറുകൾ വന്നിക്കുന്നതിൽ വ്യാപൃതമായ ധാരാളം സൃഷ്ടി ജനവിഭാഗങ്ങൾ ലോകത്തുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അത് ശിർക്കാന്നാ ചൂണ്ടിക്കാണിച്ച മുസ്ലിമീങ്ങൾ നല്ല പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഈസാ നബി അലൈഹി ഇസ്ലാം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ പാവഭാരം പൊറുക്കുന്നു പറയുന്നുണ്ട്. അപ്പൊ ഈസാ നബിനെ സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്ന് അവരും വിശ്വസിക്കുന്നു. ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ടി പരമേശ്വരൻ പറയുന്നത് ഒരു പുൽക്കടി പോലും അനക്കാനുള്ള കഴിവ് സർവേശ്വരൻ നൽകുന്നതാണ്. അപ്പൊ അവരും ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ മക്കയിലെ അബൂജഹൽ വിശ്വാസികളും പറയുന്നത് അള്ളാഹു ആണെന്ന് അവർ പറഞ്ഞു. ഇതിനൊരു റാസി തഫ്സീർ കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ പറയുന്നത് അവര് അള്ളാഹുവാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചതെന്നും ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കുന്നത് അള്ളാഹുവാണ്, റിസ്ക് കൊടുക്കുന്ന അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹുവിന്റെ സമതിയത്തിൽ അവര് വിശ്വസിച്ചിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ എന്ന് മഹാനായ റാസിമാം പല സ്ഥലത്തും പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് എന്താണ് ചോദ്യം ഒന്ന് വ്യക്തമാക്കി നിങ്ങൾ സംശയം ചോദിച്ചോളൂ. അതിന്റെ ബാക്കി എന്താണ് ഉദ്ദേശിച്ചത്? അവരും ഒരു പരമാധികാരം അള്ളാഹുവിനാണെന്ന് അവരും അംഗീകരിച്ചിരുന്നു. എന്നിട്ട് അവര് ഹജ്ജ് ചെയ്തിരുന്നു. ഹജ്ജ് ചെയ്തപ്പം അവര് പറഞ്ഞെന്താ ലബ്ബൈക അല്ലാഹുമ്മ ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലാ ശരീക ലക. അള്ളാഹുവേ നീ കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ അവരും ചോദിച്ച് കൊടുത്ത കഴിവിൽ നിന്നാണ്, ഇലാഹ ഇല്ലാന്ന് അവിടെ പറയുന്നില്ല. എന്നിട്ട് ഈ ഈമാനിഹിം നാറാജി കൊടുത്തു. തഫ്സീറാണ് പിന്നെ കാണിച്ച് ചിലപ്പം കൊണ്ടുവന്നില്ല. അദ്ദേഹത്തിന്റെ അവരുടെ വിശ്വാസത്തിൽപ്പെട്ടതായിരുന്നു ആകാശഭൂമികളെ സൃഷ്ടിച്ചതും വൻദുല്ലാമിനസമായിമാ. അപ്പോൾ അവരും ഒരു സൃഷ്ടാവിനെ അംഗീകരിച്ചിരുന്നു. പക്ഷെ അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചിട്ടില്ല. നമ്മൾ വിശ്വസിക്കുന്ന മാതിരി അവർ അള്ളാഹുവിൽ വിശ്വസിച്ചില്ല. ആ കാര്യം ശരിയാണ്. പക്ഷെ അവർ അള്ളാഹു ആണ് എല്ലാ കഴിവും കൊടുക്കുന്ന, അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് ചോദിക്കുക എന്നുള്ള വാദം അടിസ്ഥാനരഹിതമാണെന്നാണ് ഈ സന്ദർഭത്തിൽ ഞാൻ പറയുന്നത്. അതിപ്പോ നിങ്ങൾ പറഞ്ഞത് മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് എന്നും അള്ളാഹുവാണ് നമുക്ക് ഭക്ഷണം നൽകുന്നത് എന്നും അള്ളാഹുവാണ് ഈ സകലമായ കാര്യങ്ങളും കൈയാളുന്നത് നിയന്ത്രിക്കുന്നത് എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നു എന്നല്ല നിങ്ങൾ പറഞ്ഞത്? അല്ലേ? അതിനെ ഖുർആൻ ഉച്ചരിച്ച് നിങ്ങളതാണ് പറഞ്ഞത്. അതുപോലെ സുന്നികളായ നമ്മളും അള്ളാഹുവാണ് സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് ഭക്ഷണം തരുന്നവൻ, അള്ളാഹുവാണ് എല്ലാ കാര്യങ്ങളും കൈയാളുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. രണ്ടും തമ്മിൽ അന്തരല്ല എന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദമാണ് അദ്ദേഹം ഉദ്ധരിച്ചത്. ഈ പറഞ്ഞ വാദം പ്രഥമ ദൃഷ്ട്യാ ശരിയല്ല. എന്തുകൊണ്ടെന്നാൽ നബിയെ, നിങ്ങൾ ആ മുശ്രിക്കുകളോട് ചോദിച്ചു നോക്കി, ആകാശ ഭൂമികളെ സൃഷ്ടിച്ചവൻ ആരാണ്? തീർച്ചയായും ഒരു മറുപടിയും അള്ളാഹ് പറയുന്ന നാവ് കൊണ്ട് പറയും. അവരുടെ മനസ്സിൽ ഉറപ്പിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള യഥാർത്ഥ വിശ്വാസം അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല എന്നത് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് സൂറത്തുൽ ദുഖാൻ. ദുഖാൻ സൂറത്തിന്റെ ആദ്യത്തിലെ 6-7 ആയത്തുകളുടെ ഓർമ്മ എടുത്താൽ നമുക്ക് കാണാൻ സാധിക്കും. റബ്ബിസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ ഇൻ കുൻതും മൂഖിനീൻ. പടച്ച റബ്ബ് മക്കാ മുശ്രിക്കുകൾ പറയുകയാണ്, അല്ലാഹു റബ്ബിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ
പടച്ച റബ്ബാണ്, പരിപാലിക്കുന്ന റബ്ബാണ്. വമാ ബൈനഹുമാ, രണ്ടിനും ഇടയിലുള്ള സകലമായ വസ്തുക്കളും സൃഷ്ടിച്ച റബ്ബാണ്, റിസ്ക് നൽകുന്ന റബ്ബാണ്. പക്ഷെ ഇൻ കുന്തും മൂഖിനീൻ, നിങ്ങൾക്ക് ദൃഢമായ വിശ്വാസം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, പക്ഷെ നിങ്ങൾക്ക് ഉറപ്പില്ല. ഇവിടെ തഫ്സീറുൽ ഖുർത്തുബി വിശദീകരിച്ചുകൊണ്ട്, തഫ്സീർ റാസി വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, മക്കത്തെ ബഹുദൈവ വിശ്വാസികൾക്ക് അള്ളാഹുവിൽ യഥാർത്ഥത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ ഖുർആൻ സൂക്തം വിശദീകരിക്കുന്നത് എന്ന് ആധികാരികമായി വ്യാഖ്യാനങ്ങൾ എഴുതി വെക്കുമ്പോൾ നമ്മൾ ഖുർആന്റെ പ്രാമാണികമായ വ്യാഖ്യാനങ്ങൾ അംഗീകരിക്കും. സ്വതന്ത്രമായി ഖുർആൻ വ്യാഖ്യാനിക്കാൻ നമ്മളില്ല. അങ്ങനെ അള്ളാഹുവിന്റെ പരമാധികാരം പൂർണ്ണമായി മക്കാ മുശ്രിക്കുകൾ ഉൾക്കൊണ്ടിരുന്നുവെന്ന് ഖുർആന്റെ ബാഹ്യമായ അർത്ഥം ദുർവ്യാഖ്യാനത്തോട് പറയാം. നേർക്ക് നേരെ ഈ ആയത്തുകളുടെ വ്യാഖ്യാനം വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയെങ്കിൽ റാസിമാം ഇതും പറഞ്ഞിട്ട് പറയാൻ വേണമെങ്കിൽ ഉദ്ധരണി അപ്പൊ കയ്യിൽ ഇപ്പൊ റെഡി ഇല്ലല്ലോ, നമുക്ക് അയക്കുമ്പോ നോക്കാം. അതവരുടെ ഈമാനിൽ പെട്ടതായിരുന്നു റാസി, നമുക്ക് നോക്കാം. വേറെ സംശയങ്ങൾ എന്തെങ്കിലും ഇല്ല? ഇല്ല. സന്തോഷം. പേര് പറഞ്ഞിട്ട് അവർക്ക് പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? എന്തെങ്കിലും അവസാനിപ്പിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ബഹുമാന്യനായ സുഹൃത്ത് ഒരു സംശയം കൂടി അന്ന് കൊടുത്തു. നബിയാവട്ടെ വലിയാവട്ടെ അവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളതിന് എന്താണ്? അതിപ്പോ ഇലാഹി നമ്മുടെ ഇയാള് പറഞ്ഞിട്ടില്ലല്ലോ. നബിയാകട്ടെ വലിയൊന്നുമില്ല, നമുക്ക് ഏതാ ശരീരത്തിലേക്ക് നിൽക്കാന്നുള്ള. അല്ല, അങ്ങനെയാണ് യഥാർത്ഥ മനസ്ഥിതിയുള്ള ആൾക്കാർ. അങ്ങനെയാണ് സത്യം മനസ്സിലാക്കാനുള്ള ഒരു മനസ്ഥിതി, ആത്മാർത്ഥമായി ചോദിക്കുക, അങ്ങനെയാണ് വേണ്ടത്. അപ്പൊ ഖൗലു ശരീരത്തിൽ അദ്ദേഹം പറയുന്നു, നബിയാകട്ടെ വലിയാകട്ടെ മരമാവട്ടെ, അപ്പൊ നബിനോടും പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം കൊടുത്തതിനൊരു വിശദീകരണം ഉസ്താദിൽ നിന്ന് കിട്ടിയില്ല. അതായത് അവര് നബിയാവട്ടെ വലിയാവട്ടെ എന്ന് പറഞ്ഞാൽ നബിമാരോടും ഔലിയാക്കളോടും പ്രാർത്ഥിക്കാൻ പാടില്ല. നമ്മളെ മൗലൂദിലൊക്കെ എന്നുള്ള വരികളുണ്ടല്ലോ. അതുപോലെ അബ്ദുക്കൽ മിസ്കീൻ ഒരുപാട് വരികൾ. നിങ്ങൾ ഓരോ പുതിയ പുതിയ നീട്ടാണ്, അങ്ങനെ നമുക്ക് വിശദീകരണം പറയാം. ഔലിയാക്കളോടും നബിനോടും പ്രാർത്ഥിക്കാമെന്നാണ് നിങ്ങൾ പറയുന്നത്. പരോക്ഷമായിട്ട് നിങ്ങളെ ഗ്രന്ഥങ്ങളിലുണ്ട്, അത് ഞാൻ തെളിവെടുത്തിട്ടില്ല. പി വാത്തിന്റെ മാത്രമല്ല ഉള്ളത്. അപ്പൊ പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾ സമർത്ഥിക്കുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഞാനിപ്പോ അപ്രതീക്ഷിതമായി ഇന്നിവിടെ പരിപാടി ഉള്ളത് തന്നെ അറിയില്ല. ഞാനിപ്പോ 9:00 വന്നത്. അപ്പൊ അങ്ങനെ കേട്ടപ്പോ ചെറിയൊരു അപ്പൊ ആരും ചോദിക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ചോദിച്ചു. നന്നായി. അപ്പോ ഈ ഒരു നബിനോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് റഷീദി മൂസ മുസ്ലിയാർ പറഞ്ഞെങ്കിൽ അദ്ദേഹം പിന്നെ അതുപോലെ തന്നെ അലവി മുസ്ലിയാരെ പിന്നെ ഇയാളുണ്ടല്ലോ ഫതി അബ്ദുൽ ഖാദർ മുസ്ലിയാരൊന്നും അക്കാലത്ത് അങ്ങനെ പറഞ്ഞിരുന്നില്ലല്ലോ. അള്ളാഹുലാത്ര പ്രാർത്ഥിക്കാൻ തെളിവ് ഇപ്പോൾ അടുത്ത കാലത്താണല്ലോ ഇത്തരം തെളിവുകളുമായിട്ട് മുന്നേറുന്നത്. അപ്പൊ ഈ ഖുർആനിൽ തന്നെ 25 നബിമാരുടെ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമാണ്. ബദർ യുദ്ധത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയാളിനെ വെച്ചില്ല. മനസ്സിലായി. റബ്ബക്കും റബ്ബിനെ വിളിച്ച് സഹായം തേടി എന്നാ പറയുന്നത്. യൂസുഫ് നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം റഷീദ് മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ട്. അത് നബിനോടും വലിയനോട് പ്രാർത്ഥിച്ചാലും അത് അപകടകരമാണ്, ശിർക്കാണ് പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ റഷീദ് മുസ്ലിയാർ പറഞ്ഞു ഉദ്ധരിക്കണ്ട, ഞാൻ പറയുന്നു. അപ്പൊ ഞങ്ങളൊക്കെ പറയുന്നത് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമേ പറ്റൂ. പക്ഷെ സാങ്കേതിക അർത്ഥത്തിലുള്ള പ്രാർത്ഥന ഈശ്വരനോട് നടത്തുന്ന അപേക്ഷയാണ് പ്രാർത്ഥന, ഇലാഹിനോട് നടത്തുന്ന അപേക്ഷയാണ് പ്രാർത്ഥന, ദൈവത്തോട് നടത്തുന്ന സഹായാർത്ഥനയാണ് പ്രാർത്ഥന. ആ അർത്ഥത്തിൽ ഒരു വലിയനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ തന്നെ എന്താ, വലിയനെ ദൈവമായി കണ്ടുന്ന. നബിയോട് പ്രാർത്ഥിക്കുവാൻ നബീനെ ദൈവമായി കണ്ടുന്ന. കല്ലിനോട് പ്രാർത്ഥിക്കുന്ന കല്ലിനെ ദൈവമായി കണ്ടുന്ന. ആ അർത്ഥത്തിലാണ് പ്രാർത്ഥന സാങ്കേതികമായ പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തോട് നടത്തുന്ന അപേക്ഷ. അപ്പൊ കല്ലിനോട് പ്രാർത്ഥിച്ചാലും ദൈവത്തിന് വിഗ്രഹത്തോട് പ്രാർത്ഥിച്ചാലും ഈ പറഞ്ഞ നബിയോട് പ്രാർത്ഥിച്ചാലും വലിയനോട് പ്രാർത്ഥിച്ചാലും ആരോട് പ്രാർത്ഥിച്ചാലും, കാരണം പ്രാർത്ഥനയുടെ അർത്ഥം തന്നെ ദൈവത്തോടുള്ള അപേക്ഷ അല്ലേ, അവരെ ദൈവമായി കണ്ടു എന്നാണ്. ആ പ്രാർത്ഥന ശിർക്കാകും. ഈ കാര്യത്തിൽ ഒരു തർക്കമല്ല, ഒരു സന്ദേഹമല്ല, ഒരു സംശയമല്ല. പിന്നെ അബ്ദുക്കൽ മിസ്കീനു യർജു ഫദ്ലക്കൽ ജമ്മൽ ഗഫീറു എന്നൊക്കെ പറഞ്ഞാല് അതൊക്കെ മുജാഹിദ് പ്രസ്ഥാനം നമുക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി സുഹൃത്തിനെ പോലുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക. സത്യത്തിൽ ഈ അബ്ദുക്കൽ മിസ്കീനൊക്കെ ക്രോഡീകരിച്ച വലിയ മഹാന്മാരായ പണ്ഡിതന്മാരല്ലേ. അങ്ങനെ അവർക്ക് മിസ്റ്റേക്ക് പറ്റുമോ? അടിസ്ഥാനപരമായ തൗഹീദിൽ അവർക്ക് തെറ്റുപറ്റേ. എന്താ അബ്ദുക്കൽ മിസ്കീൻ നടത്തം? മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു അബ്ദുക്കൽ മിസ്കീൻ യർജു, നബിയെ നിങ്ങളുടെ വിനീതനായ അടിമ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഫദ്ലക്കൽ ജമ്മൽ ഗഫീറു, നിങ്ങളെ ധാരാളം ഉദാരമായ സമീപനം പ്രതീക്ഷിക്കുന്നു. അപ്പൊ നബിയെ നിങ്ങൾ അടിമ എന്ന് പറഞ്ഞില്ലേ, അത് അപകടല്ലേന്നാ. പക്ഷെ എന്റെ സുഹൃത്തുക്കളെ ദയവ് ചെയ്ത് നിങ്ങൾ ഓർക്കേണ്ടത്, ഒരു പദം അങ്ങനെ മഹാന്മാർ ഉപയോഗിച്ചു അതിന് അർത്ഥം അങ്ങനെ തന്നെയാണ്, വേറെ അർത്ഥം ഉണ്ടോ ഫിറ്റാ നോക്കണ്ടേ. അബ്ദ് എന്ന പദത്തിന് നമ്മുടെ അൽമൻഹൽ നിങ്ങൾ
നിങ്ങൾക്കറിയാമല്ലോ അൽ മൻഹൽ അറബി മലയാളം ഡിക്ഷണറി ഉണ്ടല്ലോ. അൽ മൻഹൽ അറബി ഡിക്ഷണറിയിൽ തന്നെ അർത്ഥം കൊടുക്കുന്ന അബ്ദ് പറഞ്ഞ അടിമ എന്ന് മാത്രമല്ല നിസ്വാർത്ഥനായ സേവകൻ അർത്ഥമുണ്ട്. അപ്പൊ ഒന്ന് അർത്ഥം ശരിക്കത് വെച്ചാൽ അബ്ദുൽ മിസ്കീനു, തങ്ങളെ നിങ്ങളുടെ വിനീതനായ നിസ്വാർത്ഥനായ സേവകൻ, നിങ്ങൾക്ക് എന്നും സേവനം ചെയ്യാൻ സന്നദ്ധനായി പാവപ്പെട്ട സുഹൃത്ത്, യർജു ഫദ്ലക്കൽ ജമ്മൽ ഗഫീറു, നിങ്ങളുടെ ധാരാളം ഉദാരമായ സമീപനം പ്രതീക്ഷിക്കുന്നുണ്ട് തങ്ങളെ എന്ന് പറഞ്ഞാൽ ഒരു അപകടം അടിമ എന്നുള്ള വാക്ക് അർത്ഥം തന്നെ കൺഫ്യൂഷൻ ഉപയോഗിക്കേണ്ട. നിഷ്കളങ്കനായ നിസ്വാർത്ഥനായ സേവകൻ എന്ന അതിന്റെ ഡിക്ഷണറി കൊടുത്ത അർത്ഥം തന്നെ ഉപയോഗിച്ച ഈ തെറ്റിദ്ധാരണ നീങ്ങി. പിന്നെ നബി, എന്റെ ജീവിതത്തിൽ ഞാൻ ധാരാളം പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്, അതുകൊണ്ട് തങ്ങളെ നിങ്ങളോട് മാത്രം ഞാൻ അവലാത് ബോധിപ്പിക്കുന്നതാണ്. ഇവിടെ തങ്ങളോട് മാത്രം അവലാത് ബോധിപ്പിച്ചതേ തെറ്റ് ചെയ്തിട്ടുന്ന, എന്തിനെ തങ്ങളോട് മാത്രം? തങ്ങളല്ലാത്ത ആൾക്കാരില്ലേ, അല്ലല്ലേ, അല്ലല്ല എന്നല്ലേ എന്റെ അർത്ഥം. അങ്ങനൊന്നും ഇതിലൊക്കെ ആലങ്കാരിക പ്രയോഗ. നിങ്ങൾ മാത്രം നബി മാത്രം എന്നല്ല അർത്ഥം. നമ്മുടെ മകളെ കല്യാണം നിശ്ചയിച്ച ആചാര്യ 25 5 പൈസ കയ്യിലില്ല, കാര്യമായി നിങ്ങളല്ല, നമ്മൾ വേറെ ആരും കഴിഞ്ഞിട്ടില്ല, അയ്യാക്ക് ഈ ആചാരല്ലാതെ വേറെ പൈസ കൊടുക്കാൻ വേറെ ആരുമില്ല എന്നർത്ഥമല്ല. അല്ലല്ല, റസൂലില്ല, വേറെ പണക്കാരില്ല എന്നല്ല അർത്ഥം. അത് പ്രയോഗ. ഇവിടെ തങ്ങളെ നിങ്ങളല്ലാതെ നിങ്ങളോട് മാത്രം ഞാൻ ആവലാതെ ബോധിപ്പിക്കുന്ന അത്രേ അർത്ഥമുള്ളൂ. എന്നാലും തങ്ങളോട് എന്തിനാ ആവല മാത്രം എന്ന് പറഞ്ഞാല് യഥാർത്ഥത്തിൽ അതൊരു ആലങ്കാരിക പ്രയോഗമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? മാലപ്പാട്ടുകളും മൗലിദുകളൊക്കെ സാഹിത്യത്തെ ഉയർന്ന കൃതികളാണ്. അതിൽ മജാസ് നിങ്ങൾക്കറിയാമല്ലോ, ആലങ്കാരിക പ്രയോഗങ്ങൾ ധാരാളം ഉണ്ടാവും. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുകയാണ് സുഹൃത്തെ, നമ്മുടെ എം എൻ കാരശ്ശേരി മലയാള ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ലേ? എം എൻ കാരശ്ശേരി മലയാള സാഹിത്യത്തിലെ പ്രമുഖനാണ്. അത് സുന്നിയല്ല, മുജാഹിദല്ല, ജമാഅത്തും അല്ല, അല്ലെ, അതിന്റെ അപ്പുറമാണ് മൂപ്പര്, ഒരു പ്രത്യേക ടൈപ്പാണ്. എം എൻ കാരശ്ശേരി ഒരിക്കൽ മാലപ്പാട്ടുകളെ കുറിച്ചുള്ള സെമിനാറിൽ അദ്ദേഹം പ്രസംഗിച്ച പത്രത്തിൽ ഞാൻ വായിച്ചതാണ്. കാരണം മലയാള സാഹിത്യത്തിൽ ഉയർന്ന കൃതിയാണല്ലോ മാലപ്പാട്ട്. അയാൾ പറഞ്ഞു മാലപ്പാട്ടില്ല മാത്രം എന്നൊക്കെ പറഞ്ഞ് ബാഹ്യമായ അതിന്റെ അർത്ഥകൽപ്പന നടത്തി കുറച്ച് ഓവറാണെന്ന് പറയുന്ന ആളുകളുണ്ട്. സത്യത്തിൽ അത് അലങ്കാര ശാസ്ത്രവും സാഹിത്യവും അറിയാത്തത് കൊണ്ടാണ്. അയാൾ പറഞ്ഞു, താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ തങ്കവർണ്ണ പൈങ്കിളീത്തൻ പങ്കിറങ്കിലോളെ എന്ന് കവി പാടിയാൽ, താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നവൾ, താമര എവിടെ ഉണ്ടാകുക? വെള്ളത്തില്. വെള്ളത്തിലുള്ള പൂങ്കാവനത്തിനുള്ളിൽ താമസിക്കുന്നവളോ, ഓ പെണ്ണ് വെള്ളത്തിന്റെ ഉള്ളിൽ താമസിക്കോ എന്ന് ഈ കവിത കേട്ടിട്ട് ചോദിച്ചാൽ കവിത അറിയില്ല, അലങ്കാരം അറിയില്ല, സാഹിത്യം അറിയില്ല എന്നർത്ഥം. ഇതുപോലെയാണ് ബാഹ്യമായി മൗലിദിലെ മാലപ്പാട്ടുകളെ ഈരടികളുടെ ബാഹ്യമായ അർത്ഥം കണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നു, ദുരാരോപണം ഉന്നയിക്കുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണി സാന്ദർഭികമായി അനുസ്മരിക്കുക. അപ്പൊ നബിയെ നിങ്ങളോട് മാത്രം എന്ന് പറഞ്ഞത് ശരിക്കും വേറെ ആരുമില്ല എന്ന അർത്ഥമല്ല, ആലങ്കാരിക പ്രയോഗ. എന്നാലും എന്തിനാ തങ്ങളോട് അവലാതി ബോധിപ്പിക്കാൻ പോയത്? അള്ളാഹോട് പറഞ്ഞാൽ പോലെന്നാ. തങ്ങളോട് അവലാതി ബോധിപ്പിച്ച് എന്തിനാ തൊട്ടപ്പുറത്തെ വെയ്ത്തിലുണ്ട് ഞാൻ ധാരാളം തെറ്റുകൾ ചെയ്ത പരാതി നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കാൻ കാരണം നബിയെ, നാളെ ആഖിറത്തിൽ ഞാൻ വന്നാൽ എന്റെ നന്മ തിന്മകൾ തൂക്കി നോക്കിയാൽ എന്റെ തിന്മകൾക്കായിരിക്കും ആധിക്യം, തിന്മയുടെ തുലാസിന്റെ തട്ടായിരിക്കും ഭാരം തൂങ്ങാൻ എനിക്ക് ഉറപ്പാണ്. അത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സബാനിയത്തിന്റെ മലക്കുകൾക്ക് ഓർഡർ നൽകി എന്റെ കൈകാലുകൾ പിടിച്ചുകൊണ്ട് ചുരുട്ടിക്കൊണ്ട് നരകത്തിലേക്ക് എറിയപ്പെടുന്ന പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ തങ്ങളെ എന്നെ രക്ഷിക്കാൻ അല്ലാഹു അധികാരം തന്ന, ശഫാഅത്ത് എന്ന അധികാരം തന്ന റസൂലാണ് നിങ്ങൾ. അതുകൊണ്ട് തങ്ങളെ ഞാൻ നിങ്ങളോട് പരാതി പറയാൻ കാരണം തങ്ങളെ നിങ്ങളുടെ ശുപാർശ എനിക്ക് സൗജന്യമായി നൽകുമോ? ഫിൽ ഖിയാമത്തി മുഷ്ഫിഖ, നാളെ യൗമുൽ ഖിയാമത്തിൽ ഭയചകിതനായി നിൽക്കുന്ന നേരം, വാഹ്ലനാ എന്റെ കാര്യം കഷ്ടമേ, അങ്ങയുടെ ശഫാഅത്ത് നഷ്ടപ്പെട്ടാൽ എന്റെ നേതാവായ നായകരെ എന്റെ കാര്യം കഷ്ടമായിരിക്കുമെന്ന് തൊട്ടടുത്തവരിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പൊ അള്ളാന്റെ റസൂലിനുള്ള ശഫാഅത്ത് ചെയ്യാൻ അധികാരം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തങ്ങളോട് പരാതി പറയാണ്, ശഫാഅത്ത് നിന്നെ രക്ഷിക്കണം എന്നാ പറഞ്ഞത്. അപ്പൊ തങ്ങൾക്ക് അധികാരം ഉള്ളത് കൊണ്ട് വളരെ ഫിറ്റാണ് സത്യത്തിൽ ആ തങ്ങളോട് ആ പ്രശ്നം പറയും. ഞാൻ ദോഷം ചെയ്തു പറയും, തങ്ങൾക്ക് പുറത്തിരാൻ അധികാരമുണ്ട്. പൈസ ഉള്ള പണക്കാരോട് ചോദിച്ചു മകളെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്, 25 ആണ് എന്ന് പറഞ്ഞാല് വളരെ ഫിറ്റ്. അള്ളഹാനോട് മാത്രമല്ല പറയേണ്ടത്, പൈസ ഉള്ള ആൾക്കാരോട് പറയാൻ, കാരണം പൈസ തന്ന് സഹായിക്കും, അള്ളാഹ് നിശ്ചയിച്ച സബബാണ് കാരണം. ഇതുപോലെ അള്ളാഹുവിനെ രക്ഷിക്കാൻ സാധിക്കുന്നത് പോലെ അള്ളാഹു കൊടുത്ത അള്ളാന്റെ അനുഗ്രഹം കൊണ്ടുള്ള ഒരു ഔദാര്യമാണ് തങ്ങൾക്കുള്ള ശഫാഅത്ത്. തങ്ങൾക്ക് ഇതുപോലെ ശഫാഅത്ത് കൊണ്ട് രക്ഷിക്കാൻ സാധിക്കും. അതുകൊണ്ട് തങ്ങളോട് പരാതി പറഞ്ഞത് വളരെ ഫിറ്റാണ്, അനുയോജ്യമാണ്. മുജാഹിദ് പ്രസ്ഥാനം ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് ബോധപൂർവ്വം നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. മൗലിദുകൾ മഹാന്മാർ രചിച്ചതാണ്. തെറ്റിദ്ധരിക്കാതെ മൗലിദുകൾ പാരായണം നടത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അള്ളാഹു സത്യം കൂടുതൽ പഠിക്കാനും തിരിച്ചറിയാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും നമുക്ക്